ഇവിടെ ഒരു കുട്ടി ടീച്ചർ അവനോട് ഡ്രാഗൺ എന്ന് എഴുതാൻ പറഞ്ഞപ്പോൾ ഡ്രാഗന്റെ ചിത്രം വരച്ചു കാണിക്കുന്നു. ടീച്ചർ അവനെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കുന്നു. കുറച്ചുനേരം കഴിഞ്ഞ് അടുത്ത ക്ലാസ്സിൽ നിന്ന് ഒരു പെൺകുട്ടിയും പുറത്തു വന്നിരിക്കുന്നു. നോക്കുമ്പോൾ അവളും ഡ്രാഗൺ എന്ന് എഴുതാൻ പറഞ്ഞപ്പോൾ ചിത്രം വരച്ചു വെച്ചിരിക്കുന്നു. അതിനുശേഷം സ്കൂൾ കഴിഞ്ഞ് എല്ലാ കുട്ടികളും പാരന്റ്സിന്റെ ഒപ്പം പോകുന്നു. അപ്പോൾ ഇവൻ അവിടെ തനിച്ചു നിൽക്കുന്നു. പെട്ടെന്ന് ഇവൾ എവിടെ നിന്നോ വന്ന് അവനോട് എന്റെ അച്ഛൻ എപ്പോഴും ലേറ്റ് ആണെന്ന് പറഞ്ഞ് അവന്റെ കൈയും പിടിച്ച് അവിടെ നിന്ന് പോകുന്നു. പിന്നീട് അവർ നല്ല ഫ്രണ്ട്സായി മാറുന്നു. എപ്പോഴും ഒന്നിച്ചായിരിക്കുന്നു. ഒരു ദിവസം ഇവളുടെ അച്ഛൻ ഇവിടെ നിന്ന് വേറെ സ്ഥലത്തേക്ക് ഇവളെയും കൊണ്ട് താമസം മാറുന്നു. അതിനുശേഷം 10 വർഷം കഴിഞ്ഞ് ഇവനെ കാണിക്കുന്നു. ഇവൻ പാർട്ട് ടൈം ഡെലിവറി ജോലി ചെയ്ത് ഇവളെ മീറ്റ് ചെയ്യാൻ പോകുന്നതിനായി സൂട്ട് വാങ്ങാൻ കാശുണ്ടാക്കുന്നു. ഒരു ദിവസം അവൻ ഡെലിവറി ചെയ്യാൻ പോയപ്പോൾ വയസ്സായ ഒരാൾ കാശിന് പകരം അവനൊരു ടീപോട്ടാണ് നൽകിയത്. അവൻ അതും വാങ്ങി വീട്ടിലേക്ക് വരുന്നു. രാത്രി അവൻ അവളെ മീറ്റ് ചെയ്യാൻ വരുന്നു. നോക്കുമ്പോൾ അവൻ അവിടെയുള്ള ഒരു പോസ്റ്ററിലെ അവളുടെ ഫോട്ടോ കാണാനാണ് വന്നിരിക്കുന്നത്. അവൻ അത് നോക്കി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവന്റെ സൂട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു മെഷീനിൽ കുടുങ്ങി കീറിപ്പോകുന്നു. അവന് ദേഷ്യവും സങ്കടവും വരുന്നു. ഉടനെ അവൻ എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞതും ആഗ്രഹം എന്ന വാക്ക് കേട്ട് ആ ടീപോട്ട് അനങ്ങാൻ തുടങ്ങുന്നു. നോക്കുമ്പോൾ അതിനകത്ത് നിന്ന് ഒരു വിഷ് ഡ്രാഗൺ പുറത്തു വരുന്നു. അത് കണ്ടവൻ താൻ മരിച്ച് സ്വർഗത്തിലെത്തിയെന്ന് വിചാരിച്ച് പേടിക്കുന്നു.